ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ കുറച്ച് ഓൺ റൂട്ടഡ്, അതായത് നമുക്ക് കമ്പ് വെച്ച് വേര് പിടിപ്പിക്കാൻ പറ്റിയ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഓൺ റൂട്ടഡ് റോസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല കുറച്ച് റോസസേ കാണിക്കുന്നുള്ളൂ, കുറച്ച് പാർട്ടായിട്ട് കാണിക്കാം കേട്ടോ. ഇന്നത്തെ റോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്വീൻ റോസാണ്. നിറയെ പൂക്കൾ പിടിക്കുന്ന നല്ല മണമുള്ള റോസാണ്. ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന റോസാണ്. നല്ല കുറ്റി പോലെയാണ് റോസ് പിടിക്കുന്നത്. താഴെയും വെക്കാം, നമുക്ക് പോട്ടിൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്രീപ്പർ വെറൈറ്റിയിലുള്ള പീച്ച് ഓറഞ്ച് കളറിലുള്ള ചെറിയ പൂക്കളോട് കൂടിയിട്ടുള്ള റോസാണ്. ക്രീപ്പറാണ്, അപ്പം പടർന്ന് പിടിക്കുന്ന ചെടിയാണ് കേട്ടോ. നല്ല രീതിയിൽ മുകളിലോട്ട് ക്ലൈംബ് ചെയ്യത്തില്ല, പക്ഷെ താഴോട്ട് ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന റോസാണ്. നാടനാണ് കേട്ടോ. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റെറീന റോസാണ്. പീച്ച് ഓറഞ്ച് കളറുള്ള റോസാണ്. നിറയെ പൂക്കൾ പിടിക്കും. ഇതുപോലെ തന്നെ നമുക്ക് തറയിലോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കുറ്റി പോലെ വളരുന്ന ചെടിയാണ്. അടുത്തെന്ന് പറയുന്നത് അഹല്യ റോസ് അല്ലെങ്കിൽ സമ്മർ സ്നോ റോസാണ്. അതിൻ്റെ വൈറ്റ് ആണ്. നിറയെ പൂക്കൾ പിടിക്കുന്ന, നഴ്സറിയിലൊക്കെ എപ്പോഴും കാണുന്ന, എന്ത് പരിചരണം ഇല്ലാതെയും നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു റോസാണ് ഈ അഹല്യ റോസ് എന്ന് പറയുന്നത്. എപ്പോഴും പൂക്കളാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് അഹല്യ റോസിന് തന്നെ പിങ്ക് വെറൈറ്റിയാണ്. ഇതുപോലെ തന്നെ നിറയെ പൂക്കൾ പിടിക്കുന്ന, നമ്മുടെ നഴ്സറിയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു റോസാണ് ഈ അഹല്യ റോസിൻ്റെ പിങ്ക് എന്ന് പറയുന്നത്. രണ്ടും കൂടെ മാറിപ്പോവരുത്, വൈറ്റും പിങ്കും മാറിപ്പോവരുത്. ഇതുപോലെ തന്നെ കൊലാന്ന് പൂക്കൾ പിടിക്കുന്ന, എപ്പോഴും പിടിക്കുന്ന പൂവാണ് കേട്ടോ. അടുത്തത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും കാണുന്ന യെല്ലോ മിനിയേച്ചർ അല്ലെങ്കിൽ യെല്ലോ ക്രിക്രി എന്നൊക്കെ പറയാറുണ്ട്. ചെറിയ പൂക്കളാണ്, നിറയെ പൂക്കൾ പിടിക്കും. നല്ല ബുഷായിട്ട് വളരുന്ന ചെടിയാണ് കേട്ടോ. നമ്മുടെ ബോർഡർ പ്ലാന്റൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു റോസാണ് ഇതെന്ന് പറയുന്നത്. താഴെയോ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റോസാണ്. എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ്. അടുത്ത എൻ്റെ കയ്യിലെ റോസ് എന്ന് പറയുന്നത് പീച്ച് ക്രിക്രി റോസാണ്. ഇതുപോലെ തന്നെ നിറയെ പൂക്കൾ പിടിക്കുന്ന, കുറച്ച് പൊക്കത്തിൽ വളരുന്ന റോസാണ് ഈ ക്രിക്രി റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ പിങ്ക് വൈറ്റ് കളറിൽ ഷെയ്ഡിലുള്ള റോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല പീച്ച് കളറാണ്. നിറയെ പൂക്കൾ പിടിക്കും. നല്ല കൊലാന്ന് പൂക്കൾ പിടിക്കാറുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത എൻ്റെ കയ്യിലുള്ള വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റോസാണ്. യെല്ലോ നാടൻ റോസാണ്. വലിയ പൂക്കളാണ് കേട്ടോ. ഇത് ഇങ്ങനെയല്ല പിടിക്കുന്നത്, നല്ല വലുപ്പമുള്ള പൂക്കളാണ്. എപ്പോഴും പൂക്കളുണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ പരിചരണവും വളരെ കുറച്ച് മതി, വളങ്ങളൊക്കെ കുറച്ച് മതി നാടനായതുകൊണ്ട്. അപ്പോൾ കമ്പൊക്കെ വെട്ടി വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കുന്ന നാടൻ റോസിലൊന്നാണ് കേട്ടോ ഈ യെല്ലോ റോസ് എന്ന് പറയുന്നത്. അടുത്തത് നാടൻ ക്ലൈമ്പിംഗ് റോസാണ്. നല്ല പൊക്കത്തിൽ പിടിക്കുന്ന, നിറയെ പൂക്കൾ കൊലാന്ന് പിടിക്കുന്ന റോസാണ്. ഇതും കുറേ നാളായി ഞാൻ മേടിച്ച് വെച്ചിട്ട് എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ് കേട്ടോ. നമ്മളിങ്ങനെ വെട്ടി കൊടുത്താൽ ചെറിയ കുറ്റിച്ചെടി പോലെയും വളരും, അല്ലെങ്കിൽ നേരെ പടർത്തി വിടാൻ പറ്റിയ റോസാണിത്. എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങേണ്ട റോസും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് പെർഫ്യൂം ബ്രീസ് റോസാണ്. നല്ല മണമുള്ള റോസാണ്. ക്ലൈംബ് ചെയ്ത് പോകുന്ന, നല്ല കൊലാന്ന് പിടിക്കുന്ന റോസാണ് കേട്ടോ. നല്ല വള്ളി പോലെ പോകുന്ന റോസാണ്. അടുത്തെന്ന് പറയുന്നത് ചെറി റെഡിൻ്റെ ക്ലൈംബിങ് റോസാണ്. ഇതുപോലെ കുഞ്ഞു പൂക്കൾ പിടിക്കുന്ന, നല്ല ബുഷായിട്ട് വള്ളി പോലെ പിടിക്കുന്ന റോസാണ്. ഒരുപാട് കമ്പുകൾ വരുന്ന റോസാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കമ്പ് മാത്രമല്ല പോകുന്നത്, നിറയെ കമ്പ് പോയിട്ട് നിറയെ കൊലാന്ന് പൂക്കൾ പിടിക്കുന്ന റോസാണ്. ചെറിയ കുഞ്ഞു മുട്ടകളാണ്. ചെറി റെഡ് എന്നാണ് പറയാറ് സാധാരണ ഇവിടെയൊക്കെ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുഞ്ഞു പൂക്കളുള്ള ബട്ടൺ പിങ്ക് റോസാണ്. നാടനാണ്. നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വളം കൊടുത്താൽ ഒരുപാട് മുട്ടുകൾ തരും, അല്ലെങ്കിൽ 1-2 മുട്ടുകളൊക്കെ തരത്തുള്ളൂ. വളം കൊടുക്കുമ്പോഴാണ് ഇത്രയും മുട്ടുകളൊക്കെ എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇതും മസ്റ്റായിട്ട് വാങ്ങേണ്ട റോസാണ്. നഴ്സറിയിലൊക്കെ എപ്പോഴും കാണുന്ന റോസാണ് കേട്ടോ. എപ്പോൾ പോയാലും ഇതിൻ്റെ 2-3 തൈകളൊക്കെ അവിടെ കാണാറുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് പീച്ച് റോസാണ് അല്ലെങ്കിൽ ഓറഞ്ച് റോസാണ്. ഇതുപോലെ തന്നെ കുറച്ച് പൊക്കത്തിൽ പോയിട്ട് നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ്. ബുഷായിട്ടല്ല വളരുന്ന, ഒരു കമ്പ് നേരെ പോയിട്ട് കുറേ പൂക്കൾ പിടിക്കും. അങ്ങനെയാണ് ഞാൻ ഇതുവരെയ്ക്ക് കണ്ടിട്ടുള്ളത്. പീച്ചാണോ ഓറഞ്ചാണോ എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. അടുത്തെന്ന് പറയുന്നത് പലരും പല പേരിൽ പറയുന്ന ബട്ടർഫ്ലൈ റോസ് അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ മിനിയേച്ചർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് ഓർക്കിഡ് പോലെയാണ് പിടിക്കുന്നത് കേട്ടോ. ബൊക്കെ പോലെ പിടിക്കാറുണ്ട്. അതായത് കൊലാന്നാണ് പൂക്കൾ പിടിക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ച് പൂക്കളുള്ളൂ, ഇടയ്ക്കൊക്കെ നിറയെ പൂക്കൾ പിടിക്കാറുണ്ട്. ആ ഇതളിൻ്റെ ഒരു ഭംഗിയാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇതും നാടനാണ്. നമുക്ക് കമ്പ് വേര് പിടിപ്പിക്കാൻ പറ്റും.
ഇപ്പം നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നല്ലതാണ്. ഇത് ഒരു ബട്ടൺ റോസ് ആണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ടൺ റോസ് ആണെന്നോ. മാർഗോസ്റ്ററിനെ പോലെയൊക്കെ ഇരിക്കാറുണ്ട്. ശരിക്കും ചില സമയത്ത് ഇത് നല്ല രീതിയിൽ വിരിയാറുണ്ട്, ചില സമയത്ത് ബട്ടൺ പോലെ തന്നെ നിൽക്കാറുണ്ട്. ഫെയറി റോസ് ആണ് കേട്ടോ, അതായത് കൊല പോലെയാണ് പൂക്കൾ പിടിക്കാറ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ 1-2 പൂക്കൾ ഇതുപോലെ പിടിക്കത്തുള്ളൂ. കൊല പോലെ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ തന്നെ നല്ല വിരിഞ്ഞ് വരുമ്പോൾ വേറൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബട്ടൺ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. 7 ദിവസത്തിൽ കൂടുതൽ ഇത് വിരിഞ്ഞിങ്ങനെ നിൽക്കും. സാധാരണ ചില റോസുകളെന്ന് പറയുന്നത് 3 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. ഇത് 7 ദിവസം നിൽക്കും. ഒരു പ്രത്യേക കളറാണ് കേട്ടോ, ചന്ദനം കളറാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഇതിന്. പിന്നെ വിരിഞ്ഞ് വരുമ്പോഴാണ് മൊത്തത്തിൽ കളർ മാറുന്നത്. ഇനി അടുത്തതെന്ന് മുല്ലമുട്ട് റോസ് അല്ലെങ്കിൽ മുക്കുത്തി റോസ് എന്നൊക്കെ പറയാറുണ്ട്. പലരും പല രീതിയിൽ പറയാറുണ്ട്. നല്ല വൈറ്റ് കളറുള്ള റോസാണ്, നല്ല ഭംഗിയുള്ള റോസാണ്. ഇതും മുക്കുത്തി റോസാണ്. മുക്കുത്തി റോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുഞ്ഞു റോസായിരിക്കും, അല്ലെങ്കിൽ കമ്മൽ റോസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു റോസായിരിക്കും. കമ്മൽ റോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും, മുക്കുത്തി എന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും കേട്ടോ. ഇതും കുറച്ച് ഹൈറ്റിൽ വളർന്നിട്ട് നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിൽ വളർന്നിട്ട് നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ്. നമുക്ക് തറയിലോ പോട്ടിലൊക്കെ നടാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് റോസാണ് കേട്ടോ. ഇത് നമ്മുടെ കാശ്മീർ റോസാണ്. ഇത് ഫൈനൽ റോസാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇനിയും ഓൺ റൂട്ടഡ് റോസ് കുറച്ചൊക്കെ വീട്ടിലുണ്ട്, വിരിയാനുണ്ട്, പൂക്കൾ പിടിക്കാനുണ്ട്. ഇപ്പോൾ കാശ്മീർ റോസ് എന്ന് പറയുന്നതും നിറയെ പൂക്കൾ പിടിക്കുന്ന വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള റോസാണ് കേട്ടോ. ഇതും എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ്. മാത്രമല്ല നമുക്ക് കമ്പ് എപ്പോൾ വേണമെങ്കിലും വേര് പിടിപ്പിക്കാൻ പറ്റിയ റോസാണ്. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഒന്നുകൂടെ ഉണ്ട്, ഫെയറി റോസാണ്. ഫെയറി റോസും ഇതുപോലെ ബഞ്ചസ് ആയിട്ടാണ് പൂക്കൾ പിടിക്കുന്നത്. ഫെയറി പിങ്ക് എന്നാണ് പറയുന്നത്. ഫെയറി ലൈറ്റ് പിങ്കും ഉണ്ട്, ഡാർക്ക് പിങ്കാണ് കേട്ടോ ഇത്.